തൊണ്ടിമുതൽ എവിടെയാണ്? അതാ ഈ 320 ഗ്രാം ആണോ ഈ തൊണ്ടിമുതൽ, കാണാതായ തൊണ്ടിമുതൽ? തൊണ്ടിമുതൽ എവിടെ എന്ന ചോദ്യം മറയ്ക്കാനും ഒളിക്കാനുമാണോ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ സ്വർണം കിട്ടിയെന്ന് പോലീസ് പറയുന്നത്? ഏറ്റവും മിനിമം ഇതിന്റെ ആൾക്കാർ ശിക്ഷിക്കപ്പെടണം. പക്ഷെ പ്രധാനം ഒറിജിനൽ സാധനങ്ങൾ തിരിച്ചു പിടിക്കണ്ടേ? കൗതുകവും വേദനയും ഒരുപക്ഷെ ചിരിയും തോന്നുന്ന ചോദ്യം ഏതാണെന്നറിയാമോ? 1.5 കിലോഗ്രാം ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം ഉണ്ടായിരുന്നത് മാറ്റി 400 ഗ്രാം പൂശാൻ പോറ്റിക്കാർ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനാർ അനുവാദം കൊടുത്തു. ശ്രീ രമേശ് ചെന്നിത്തലാജി ഉന്നയിക്കുന്നത് പോലെ ഡീല് നടന്നിട്ടുണ്ടോ? ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പറയുന്നത് പോലെ CBI അന്വേഷണം വേണോ? ഞാൻ കേട്ട ഒരു ഓർമ്മ വെച്ചിട്ട് 320 ഗ്രാം സ്വർണമാണ് ഈ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തിയതെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഒതുങ്ങുമോ? അപ്പോൾ തൊണ്ടിമുതൽ എവിടെയാണ്? അതാ ഈ 320 ഗ്രാം ആണോ ഈ തൊണ്ടിമുതൽ, കാണാതായ തൊണ്ടിമുതൽ? ഏറ്റവും എനിക്ക് 320 ആണ് നോർമൽ, 300-400 ആ റേഞ്ചിൽ അങ്ങനത്തെ ഒരു സാധനം. പക്ഷേ ഏറ്റവും പ്രധാന ചോദ്യം ഇപ്പൊ മായാജി റേസ് ചെയ്തതാണ്. തൊണ്ടിമുതൽ എവിടെ എന്ന ചോദ്യം മറയ്ക്കാനും ഒളിക്കാനുമാണോ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ സ്വർണം കിട്ടിയെന്ന് പോലീസ് പറയുന്നത്? അതായത് യഥാർത്ഥ തൊണ്ടിമുതലായ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ, തനി തങ്കം പതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ എവിടെ എന്ന ചോദ്യം മറയ്ക്കാനും സൈഡ് ലൈൻ ചെയ്യാനും വേണ്ടിയാണോ ഇത് പറയുന്നത്? കാര്യം ഇപ്പൊ ഇവർ പറയുന്നതിന്റെ പ്രിമൈസ് അടിസ്ഥാനം എന്താ? ഞങ്ങൾ ഓൾറെഡി സ്വർണ്ണം ഒരുക്കി. സ്വർണ്ണം ഒരുക്കുമ്പം ചെമ്പ് ചീത്തയാവുമല്ലോ, ചെമ്പ് കളഞ്ഞു, ചെമ്പിന് വലിയ വാല്യൂ ഒന്നുമില്ല, ഗോൾഡ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ഗോൾഡിൻ്റെ ചില ഭാഗം എടുത്ത് ഞങ്ങൾ പൂശി, ചില ഭാഗങ്ങൾ മാളികപ്പുറമ്പ് തമ്മയ്ക്ക് ഒരു മാലയാക്കി, ചില ഭാഗങ്ങൾ ബാക്കി കാശ് വന്നതുകൊണ്ട് അവിടെ അന്നദാനം നടത്തി. അങ്ങനെ തൂക്കം ഒപ്പിച്ച് തീർക്കുകയാണോ എന്നുള്ളത് ഇതിൽ ഏറ്റവും കൗതുകവും വേദനയും ഒരുപക്ഷെ ചിരിയും തോന്നുന്ന ചോദ്യം ഏതാണെന്നറിയാമോ? 1.5 കിലോഗ്രാം ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം ഉണ്ടായിരുന്നത് മാറ്റി 400 ഗ്രാം പൂശാൻ പോറ്റിക്കാർ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനാർ അനുവാദം കൊടുത്തു. അതായത് ഓൾറെഡി നമ്മുടെ ഇത് നന്നാക്കാനല്ലേ കൊണ്ടുപോകുന്നത്. 1.5 കിലോഗ്രാം ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണമുണ്ടെന്നാണ് ലഭ്യമായ വിവരം. ഹൈക്കോടതി അടക്കം കോട്ട് ചെയ്ത UB ഗ്രൂപ്പിന്റെ ലഭ്യമായ വിവരം. ഇതിന് ദേവസ്വത്തിന്റെ രേഖകൾ കിട്ടിയിട്ടില്ല, അത് തന്നെ സംശയാസ്പദമാണ്. അതായത് ദേവസ്വം ആ രേഖ മറച്ചു വെക്കാൻ വേണ്ടിയാണോ ചെയ്യുന്നത് സംശയാസ്പദമാണ്. അപ്പോൾ ഈ 1.5 കിലോഗ്രാം സാധനം 400 ഗ്രാം ആക്കി മാറ്റാൻ ആരാണ് പോറ്റിക്ക് അവകാശം കൊടുത്തത്? തനി തങ്കം പതിച്ച കാര്യങ്ങൾ സ്വർണം പൂശലാക്കി മാറ്റാൻ ആരാണ് അനുവാദം കൊടുത്തത്? ഇനി 2.5 കിലോഗ്രാം ഉള്ളത് മാറ്റി 461 എൻ്റെ ഓർമ്മ, വാതിൽപ്പാടലുകളിൽ നിന്ന് ആക്കാൻ ആരാ ഇവർക്ക് അധികാരം കൊടുത്തത്? അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ സംശയം തോന്നുന്നുണ്ട്. ഇപ്പം മായാജി ഒന്ന് ആലോചിച്ച് നോക്കി, ആത്യന്തികമായി ഇത് എന്ത് വരും? 2.5 കിലോഗ്രാം 1.5 കിലോഗ്രാം, അപ്പം 4 കിലോഗ്രാം. ഇതിൽ 400 ഉണ്ട്, അതിൽ 400 ഉണ്ട്, ഏകദേശം 1000 ഉണ്ട്. അയാളുടെ 500 തിരിച്ചിരിപ്പുണ്ട്, തിരിച്ചു തരാമെന്ന് പറഞ്ഞു. 10 ലക്ഷം അവിടെ കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി ഒരു 10 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ പോട്ടെ 20 ലക്ഷം രൂപയുടെ സ്വർണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അതിന് ഇവർ ശിക്ഷയിക്കണം, അതിൽ നിന്ന് അവർ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞൊരു സാധനം. ഈ പോലീസിൻ്റെ പ്രധാന ഒരു കാര്യമാണ് റിക്കവറി. എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ സാധനങ്ങൾ റിക്കവർ ചെയ്താൽ അത് പോലീസിന് ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് പോലീസ് കാണുന്നത്. അതുകൊണ്ട് ഇനി ഗോവർദ്ധൻ കോടതി പറഞ്ഞിരിക്കുന്നത് ഗോവർദ്ധനെ ഭീഷണിപ്പെടുത്തി എന്നുകൂടിയാണ് SIT പോയി സ്വർണം തിരിച്ചെടുത്തു. അപ്പോൾ ഒരു ജ്വല്ലറി പോവല്ലേ, ഒരു 400 ഗ്രാം സ്വർണം കിട്ടാനാണോ പാട്? ഒരു ജ്വല്ലറി ചെന്നിട്ട് ഏതെങ്കിലും ഇരിക്കുന്ന ഒരു 400 ഗ്രാം സ്വർണം കണ്ടെത്തിയാൽ, നീ 2 പ്രമുഖ ചാനലുകളൊക്കെ ISRO VSSC എന്നിവരുടെ സഹായം തേടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ ഗോൾഡിൻ്റെ ഒക്കെ റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി. എനിക്കറിയില്ല, ഒരു പക്ഷേ ലഭിക്കുമായിരിക്കാം. അപ്പോൾ ഇത് നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ ഉപയോഗിക്കേണ്ട വടികളല്ല. നമ്മൾ ഏറ്റവും പ്രധാനമായി കാണുന്ന കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന ദൈവങ്ങളിലൊന്നായ സ്വാമി അയ്യപ്പൻ്റെ അവിടെ നടത്തിയ സ്വർണ്ണക്കൊള്ളയാണ്. ഇതിൻ്റെ സത്യം പുറത്തു വരണം. ഏറ്റവും മിനിമം ഇതിൻ്റെ ആൾക്കാർ ശിക്ഷിക്കപ്പെടണം. പക്ഷേ പ്രധാനം ഒറിജിനൽ സാധനങ്ങൾ തിരിച്ചു പിടിക്കണ്ടേ? ഈ കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളും അല്ലെങ്കിൽ കൊണ്ടുപോയ വാതിൽപ്പടികളും ഒക്കെ തിരിച്ചു പിടിക്കണ്ടേ? എനിക്ക് പറയുന്നതിൽ ശരിക്കും വിഷമമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് എന്ന വാക്ക് പറഞ്ഞാൽ എനിക്ക് വേദനയാണ്. റെപ്ലിക്ക എന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ. പക്ഷേ ഇപ്പൊ ഇരിക്കുന്ന സാധനം ഒറിജിനൽ അല്ലല്ലോ. അപ്പോൾ ഈ ഒറിജിനൽ അല്ലാത്ത സാധനമല്ലേ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രശ്നം ഇപ്പോഴേ ദേവസ്വം ബോർഡുകാർ ഇപ്പം തിരിച്ച് നമുക്കൊരു നിമിഷം ആലോചിച്ച് നോക്കാം. ഇവരെ രക്ഷിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴേ എടുക്കുന്ന നടപടികൾ എന്തായിരിക്കും? ഒന്ന്, വിജയമല്യ സ്വർണം പതിച്ചതിൽ ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ ഈ ചോദ്യം കട്ട് ചെയ്യാൻ വേണ്ടി അതിന് രേഖകളില്ല എന്ന് പറയും. അപ്പം ട്രയൽ സ്റ്റേജ് വരുമ്പോൾ അല്ല, ദേവസ്വം ബോർഡിന്റെ കയ്യിലില്ല എന്ന് പറയും. അതായത് ദേവസ്വം ബോർഡിന്റെ ഇരിക്കുന്നതാണല്ലോ ആധികാരിക രേഖകൾ. ഇത് മുൻകൂട്ടി കണ്ടായിരിക്കണം ഹൈക്കോടതി പണ്ട് UB ഗ്രൂപ്പ് അല്ലെങ്കിൽ വിജയമല്യയുടെ അവിടെ നിന്ന് ഒരു എഴുത്ത് വന്നതിന്റെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് അത് കോടതിയുടെ കയ്യിലുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളും കൂടെ കോടതി ഹൈലൈറ്റ് ചെയ്യുകയും കൊണ്ടുവരികയും ചെയ്യണം. അപ്പൊ ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം
ഇതിൽ നീതിയും സത്യവും ഉണ്ടാവണം. ഈ വസ്തുക്കൾ തിരിച്ചു പിടിക്കണം. അത് അയ്യപ്പൻ്റെ സ്വത്താണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വത്താണ്. അത് ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ചുരുക്കി പറഞ്ഞാൽ നമ്മളിനി പ്രതീക്ഷിക്കേണ്ടത് ഏറെ അന്താരാഷ്ട്ര മാനമുള്ള ഈ സ്വർണ്ണക്കൊള്ളയെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു സാധാരണ മോഷണമായി, സ്വർണ്ണമോഷണമായി ഒതുക്കി തീർത്തേക്കാം ഒരുപക്ഷെ. അതിൽ നിന്ന് ആരെയാണ് ഇവർ സംരക്ഷിക്കുന്നത്? കൊള്ളക്കാരെയാണോ സംരക്ഷിക്കുന്നത്, അതോ സഖാക്കളെയാണോ സംരക്ഷിക്കുന്നത്? അതാണ് ജനത്തിന്റെ സംശയം. ഞാനത് വളരെ അതാ പറഞ്ഞത്. എനിക്ക് എന്താ പറയുക, ഞാൻ CPM യോജിക്കാത്തൊരു വ്യക്തിയാണ്. ഞാനൊരു ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റാണ്. പക്ഷേ CPM-കാരെല്ലാം മോശക്കാരാണെന്നൊന്നും പറയുന്നില്ല. അതാണ് ജി സുധാകരൻ സാറിൻ്റെ കാര്യം പറഞ്ഞത്. പക്ഷേ ഇതുമായിട്ട് ഇപ്പം ബന്ധപ്പെട്ടിരിക്കുന്നവരിൽ ഏറ്റവും പ്രമുഖർ CPM-കാർ തന്നെയാണല്ലോ. അല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളിത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എനിക്ക് CPM-കാരെ രാഷ്ട്രീയപരമായ വിഷയത്തിൽ ആക്രമിക്കുന്ന അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരതാണല്ലോ. രണ്ട് അല്ലെങ്കിൽ പത്മകുമാർ സാറിൻ്റെ മേളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആൾക്കാരും അന്നത്തെ മന്ത്രി അടക്കമുള്ള ആൾക്കാരാണല്ലോ. അതേ ഒന്നും കുറ്റക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം കോടതി പറയുന്നില്ല. പക്ഷേ ആ രീതിയിലും കൂടെ അന്വേഷണം നടക്കണം. യഥാർത്ഥത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ 500 കോടിയുടെ ഡീലാണെങ്കിൽ അത് ആർക്ക് പോയി, അല്ലെങ്കിൽ ആ സാധനം എവിടെയെന്ന് അറിയണ്ടേ? നാളെ ഏത് ശബരിമലയിൽ നടക്കുമെങ്കിൽ ബാക്കി അമ്പലങ്ങളിലും നടക്കില്ലേ? അതുകൊണ്ട് CPM-കാരെ രാഷ്ട്രീയപരമായി അടിക്കാനല്ല, പകരം ഇതിൽ സത്യം എന്താണെന്ന് പറഞ്ഞാൽ അത് തെളിയണം. ഒരു കാര്യമുണ്ട്, ഈ ചെന്നിത്തല പറഞ്ഞതും ചെന്നിത്തലയുടെ വ്യവസായിയിൽ നിന്ന് അറിഞ്ഞു എന്ന് പറയുന്നത് ഈ പഞ്ചലോക വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് ഒരുപക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ആവാം. ശബരിമലയിലേക്ക് വരുമ്പോൾ അതൊന്നും വരുന്നില്ല. അവിടെ ശബരിമലയിൽ ഈ സ്വർണം മോഷണം പോയ കാര്യമാണ് വരുന്നത്. അതിൽ ഇപ്പോൾ ഈ പറയുന്ന 400 ഗ്രാമോ അല്ലെങ്കിൽ അതിന് താഴേക്കുള്ള 320 ഗ്രാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഗോവർദ്ധൻ്റെ ജ്വല്ലറിയിൽ നിന്ന് കിട്ടി. ബാക്കിയെല്ലാം അവിടെ തന്നെയുണ്ട്. ഇപ്പോൾ ജയിലിനകത്തുള്ള പത്മകുമാർ അടക്കമുള്ള, വാസു അടക്കമുള്ളവർ യാതൊരു കള്ളത്തരത്തിലും നിന്നിട്ടില്ല, എല്ലാം തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ പുറത്തേക്കും വരും. ഇതല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ നടക്കാൻ പോകുന്നത്? കൃത്യമായ കണക്കും കൂടെ പറയാം. ദ്വാരപാലക ശില്പങ്ങളിൽ കോടതി വിധിന്യായങ്ങളിലോ മുമ്പത്തെ UB ഗ്രൂപ്പിന്റെ എഴുത്തിലോ ഉള്ളത് 1.561 കിലോഗ്രാം. അതായത് ദ്വാരപാലക ശില്പങ്ങളിൽ ഏകദേശം 1.5 കിലോഗ്രാം എടുക്കാം. മറ്റേ വാതിൽപ്പാളികളിൽ ഏകദേശം 2.5 കിലോഗ്രാം എടുക്കാം. ഇപ്പോൾ വാതിൽപ്പള്ളികളുള്ളതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 461 ഗ്രാം എന്തോ ആണ്. ഇതേപോലെ ദ്വാരപാലക ശില്പങ്ങളിൽ 400 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇപ്പൊ 800 ഗ്രാം ഇവിടെ ഉണ്ട്. ആകെ 4000 ഗ്രാം അല്ലെങ്കിൽ 4 കിലോഗ്രാമേ ഉള്ളൂ. ഇപ്പൊ 800 ഗ്രാം ഉണ്ട്. 10 പവന്റെ മാളവിപ്പുറത്തമ്മയ്ക്ക് കൊടുത്തു, പിന്നെ കുറെ അന്നദാനം കൊടുത്തു, പിന്നെ കുറെ ചെയ്തു എന്ന് പറഞ്ഞ് തൂക്കം ഒപ്പിച്ച് രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് സംശയിച്ചാൽ നമ്മളെ കുറ്റം പറയാൻ പറ്റൂ. അപ്പം അതല്ല, പകരം ഈ ഒറിജിനൽ സാധനങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഹൈക്കോടതി SIT-യിൽ അന്വേഷണം. SIT ആദ്യഘട്ടത്തിൽ എല്ലാവർക്കും വലിയ വിശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് കോടതിയുടെ അടക്കം ഒബ്സർവേഷൻ വന്നപ്പോൾ നമ്മളെല്ലാം ഒന്ന് പകച്ചു. ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, SIT-യോട് ബഹുമാനമാണ്, പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ്. പക്ഷേ കോടതിയുടെ അടക്കം ഒരു ഒബ്സർവേഷൻ വന്നപ്പോൾ നമ്മൾ പകച്ചു. അപ്പം ഇതിൽ വലിയ ഡീല് നടന്നിട്ടുണ്ടോ? ശ്രീ രമേശ് ചെന്നിത്തലാജി ഉന്നയിക്കുന്നത് പോലെ ഡീല് നടന്നിട്ടുണ്ടോ? ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പറയുന്നത് പോലെ CBI അന്വേഷണം വേണോ? തുടങ്ങിയ ലാർജർ ക്വസ്റ്റ്യൻസ് ഹൈക്കോടതി വേണം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാരാണ് ഈ കാര്യത്തിലെ ഹീറോസ്. ജസ്റ്റിസ് രാജ വിജയരാഘവനും ജസ്റ്റിസ് ജയകുമാർ സാറും ജസ്റ്റിസ് ബദറുദ്ദീനും സാറും അടക്കമുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ സുവോമോട്ടു കേസാണ്, അവരുടെ സ്വമേധയാ എടുക്കുന്ന കേസാണ്, അവർ പുറത്തു കൊണ്ടുവന്ന സത്യങ്ങളാണ്. എന്തായാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടല്ലോ, ഇല്ലെന്ന് ആർക്കും അഭിപ്രായമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ്. ഇനിയും ദേശീയ അന്വേഷണ ഏജൻസികളും ED-യോ CBI-യോ എന്തെങ്കിലും വരണോ, SIT തന്നെ വിശ്വാസമുണ്ടോ തുടങ്ങിയ ധാരാളം ചോദ്യങ്ങളുണ്ട്. ഹൈക്കോടതി തീരുമാനിക്കട്ടെ. എനിക്ക് വിശ്വാസികളോടുള്ള ഏക അഭ്യർത്ഥന, കോടതിയെയാണ് നമുക്കിതിൽ വിശ്വസിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കോടതിയുടെ ഒബ്സർവേഷൻസ്, കോടതിയുടെ വിധിന്യായം, ഇത് നമ്മൾ കഴിയുന്നതും വായിക്കണം. അതൊക്കെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഇത് വായിക്കുകയും ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുകയും നാളെ നമ്മൾ ഹിന്ദുക്കൾ ചെയ്യേണ്ട അത്യാവശ്യ കാര്യം കഴിയുന്നത്ര അമ്പലങ്ങളിലെ കാര്യങ്ങളെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യണം. അമ്പലത്തിൻ്റെ ചരിത്രം, അതിൻ്റെ ഐതിഹ്യം, അങ്ങനെ എഴുതി വെക്കുന്ന ഡോക്യുമെൻറ്റേഷൻ, ഫോട്ടോ, വീഡിയോ തുടങ്ങിയ കാര്യങ്ങൾ വേണം. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ വരും തലമുറകൾ ഇല്ലെങ്കിൽ നമ്മളോട് ക്ഷമിക്കില്ല. നമ്മൾ ഈ വേണ്ട രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യാത്തതുകൊണ്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്തില്ല എന്നൊരു വരും തലമുറകൾക്ക് തിരിച്ചറിവുണ്ടാവുകൊണ്ട് നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട എല്ലാ അമ്പലങ്ങളും, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 1250 അമ്പലങ്ങളുണ്ട്, മലബാറിൻ്റെ ഉണ്ട്, കൊച്ചിയുടെ ഉണ്ട്, ബാക്കി സ്വതന്ത്ര ദേവസ്വങ്ങളുണ്ട്, സ്വതന്ത്ര അമ്പലങ്ങളുണ്ട്, കഴിയുന്നത്ര ഡോക്യുമെൻ്റ് ചെയ്ത് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഇത്തരം കാര്യങ്ങളിൽ വേണമെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ശരി, ഏതായാലും SIT-യുടെ അന്വേഷണം ഒരു വഴിക്ക് നടക്കട്ടെ, നമുക്ക് നോക്കിക്കാണാം. ഒരു കാര്യം ഉറപ്പാണ്, പൊതുജനം ഒരു കാര്യം ഉറപ്പാക്കി കഴിഞ്ഞു, ഒരു സംരക്ഷിക്കൽ നടക്കുന്നുണ്ട്. അത് കൊള്ളക്കാരെയാണോ അതോ സഖാക്കളെയാണോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. വളരെ നന്ദി രാഹുൽ, ഇത്രയും നേരം സംസാരിച്ചതിന്.